ഞാനിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആദരണീയമായ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ സ്മാരകം. 16-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ ജനിച്ച സ്ഥലമാണിത്. മഹാഭാരതവും രാമായണവും തൻ്റെ വ്യക്തിരക്തമായ കാവ്യശൈലിയിൽ അവതരിപ്പിച്ചതിന് അദ്ദേഹം പ്രശസ്തനാണ്. എഴുത്തച്ഛൻ്റെ കൃതികൾ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കുക മാത്രമല്ല, നിലവിലെ മലയാള അക്ഷരമാലയായി മാറിയ എഴുത്ത് സമ്പ്രദായത്തെ ജനപ്രിയമാക്കുകയും ചെയ്തു. തുഞ്ചത്ത് എഴുത്തച്ഛൻ വെട്ടത്തു നാട്ടിലെ തുഞ്ചൻ പറമ്പിൽ ജനിക്കുകയും ചിറ്റൂരിൽ മരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാഞ്ഞിരമരം, കിഴക്ക് ഭാഗത്തുള്ള കുളം, എഴുത്താണിയും എഴുത്തോലയും, എഴുത്തുകളരിയുടെ തിരുശേഷിപ്പുകൾ എന്നിവയെല്ലാം തുഞ്ചൻ പറമ്പിലെ ആചാരമുദ്രകളാണ്. എഴുത്തച്ഛൻ്റെ കാലശേഷം അന്യാധീനപ്പെട്ട് കാടുകയറിക്കിടന്ന തുഞ്ചൻ പറമ്പ് വീണ്ടെടുക്കാനും അവിടെ ഭാഷാപിതാവിന് അർഹമായ സ്മാരകം പണിയാനുമുള്ള ആലോചന മുമ്പുമുണ്ടായിരുന്നു. 1906 കോഴിക്കോട് വിദ്വാൻ മാനവവിക്രമ ഏട്ടൻ തമ്പുരാന്റെ അധ്യക്ഷതയിൽ തുലാം 1 ഇത്തരമൊരു ആലോചനയോഗം നടന്നിരുന്നു. തുഞ്ചൻ പറമ്പ് കൈകാര്യം ചെയ്യുന്നതിലും കൂടുതൽ വികാസം ആസൂത്രണം ചെയ്യുന്നതിനുമായി 1964 സർക്കാർ 12 അംഗ സമിതിയെ രൂപീകരിച്ചു. മലയാളികൾക്കിടയിൽ ഈ സ്ഥലം വ്യാപകമായി അറിയപ്പെടുകയും അതൊരു സാംസ്കാരിക കേന്ദ്രമായി പരിണമിക്കുകയും ചെയ്തു. 1993 കമ്മിറ്റി ചെയർമാനെ ശ്രീ MT വാസുദേവൻ നായർ ചുമതലയേറ്റു. ശ്രീ ശ്രീകുമാരൻ നായർ സെക്രട്ടറി ആയിരുന്നു. 2001 സർക്കാർ ഈ സമിതിയെ ഒരു ട്രസ്റ്റാക്കി മാറ്റുകയും അതിന് ഗണ്യമായ സ്വയംഭരണാവകാശം നൽകുകയും ചെയ്തു. സ്മാരക നിർമ്മാണത്തിനായി സമിതി ധനശേഖരണം നടത്തിയിരുന്നുവെങ്കിലും ആ തുക കൊണ്ട് സ്ഥലം വാങ്ങാൻ കഴിയുമായിരുന്നില്ല. KP കേശവമേനോനും മറ്റും ആ തുക അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപള്ളി ഏൽപ്പിക്കുകയും തുഞ്ചന്റെ മണ്ണ് സർക്കാർ വക സ്വത്താക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 4 ഏക്കർ 60 സെന്റ് വരുന്ന തുഞ്ചൻ പറമ്പ് 36,000 രൂപയ്ക്ക് അതിന്റെ അന്നത്തെ അവകാശികളിൽ നിന്നും സർക്കാർ വിലയ്ക്ക് വാങ്ങി. 1961 ഡിസംബർ 21 പട്ടം താണുള്ള തുഞ്ചൻ സ്മാരകത്തിന് തറക്കല്ലിട്ടു. KP കേശവമേനോൻ അധ്യക്ഷനും പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ സെക്രട്ടറിയുമായി 1-ാം തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റി നിലവിൽ വന്നു. തുഞ്ചൻ സ്മാരകത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയ കമ്മിറ്റിയാണ് 1992 അധികാരമേൽക്കുന്നത്. MT വാസുദേവൻ നായർ ചെയർമാനും K കുമാരൻ നായർ സെക്രട്ടറിയുമായാണ് 1993 മുതൽ കമ്മിറ്റി സജീവമാകുന്നത്. കാൽനൂറ്റാണ്ട് പിന്നിട്ട കമ്മിറ്റി തുഞ്ചൻ സ്മാരക മുഖച്ഛായയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രം എന്ന് പേരിട്ട സമഗ്ര വികസന പദ്ധതിക്ക് 1993 ഒക്ടോബർ 24 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ET മുഹമ്മദ് ബഷീർ തറക്കല്ലിട്ടു. വിനോദപ്രധാനമായ പരിപാടികൾ മാത്രം ഉൾപ്പെടുത്തി വന്ന തുഞ്ചൻ ഉത്സവത്തെ ഗൗരവമേറിയ സാഹിത്യ സാംസ്കാരിക സംവാദങ്ങൾക്കുള്ള ഒരിടമാക്കി. 1-ാം കിട എഴുത്തുകാരും കലാപ്രതിഭകളും സാഹിത്യ കലോത്സവങ്ങളിലെ പങ്കാളികളായി. ലൈബ്രറി, ഗവേഷണ കേന്ദ്രം, സാഹിത്യ മ്യൂസിയം, വിപുലീകരിച്ച ഓഡിറ്റോറിയം, പാചകപ്പുര, സരസ്വതി മണ്ഡപം, ശില്പമന്ദിരം, എഴുത്തുകളരി, വിശ്രമ മന്ദിരം, കോട്ടേജുകൾ എന്നിവയെല്ലാം കമ്മിറ്റിയുടെ കാൽനൂറ്റാണ്ട് കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ്. അറിവിൻ്റെ ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രാനൈറ്റ് ഘടനയായ സരസ്വതി മണ്ഡപം, ഏതാണ്ട് 500ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം, 2 കുളങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. കാലിക്കറ്റ് സർവകലാശാല ഈ കേന്ദ്രത്തെ ഒരു ഗവേഷണ കേന്ദ്രമായി അംഗീകരിച്ചിട്ടുണ്ട്. മലയാളത്തിലും സംസ്കൃത സാഹിത്യത്തിലും താല്പര്യമുള്ള വിദ്യാർത്ഥികളെയും പണ്ഡിതരെയും ഇത് വളരെയധികം ആകർഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ഗവേഷണ ലൈബ്രറിയിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ പിന്തുണയോടുകൂടി ഏകദേശം 15,000ഓളം പുസ്തകങ്ങളും 120 കയ്യെഴുത്ത് പ്രതികളുടെയും ഒരു ശേഖരമുണ്ട്. തുഞ്ചൻ സ്മാരകത്തിലെ ഒരു പ്രധാന ആകർഷണം 2008 ഒക്ടോബറിൽ സ്ഥാപിതമായ സാഹിത്യ മ്യൂസിയമാണ്. മലയാള ഭാഷയുടെ പരിണാമത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരേയൊരു മ്യൂസിയമാണിത്. ഭാഷയുടെ വികസനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്ന ദൃശ്യ ക്ലിപ്പിങ്ങുകൾ, ശബ്ദ ട്രാക്കുകൾ, പെയിൻറ്റിങ്ങുകൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി മാസം ആദ്യവാരം നടക്കുന്ന വാർഷിക തുഞ്ചൻ ഉത്സവം രാജ്യത്തുടനീളമുള്ള എഴുത്തുകാർ, പണ്ഡിതർ, സാംസ്കാരിക പ്രേമികൾ എന്നിവരെ ആകർഷിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയാണ്. 5 ദിവസത്തെ ഉത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾ, കവിതാ വായന, സാംസ്കാരിക പ്രഭാഷണങ്ങൾ, നൃത്തം, സംഗീത പ്രകടനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. എഴുത്തച്ഛൻ തൻ്റെ കവിതകൾ എഴുതാൻ ഉപയോഗിച്ച ഇരുമ്പ് സ്റ്റൈലസിൻ്റെ ഒരു ഗംഭീര ഘോഷയാത്രയാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. തുഞ്ചൻ പറമ്പിലെ ലിറ്റററി മ്യൂസിയത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കൂടാതെ തന്നെ മുൻകാലത്തെ പ്രശസ്തരായ നിരവധി എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ലേഖനങ്ങളും മ്യൂസിയത്തിലുണ്ട്. വിഷ്വൽ ക്ലിപ്പിങ്ങുകൾ, സൗണ്ട് ട്രാക്കുകൾ, പെയിൻറ്റിങ്ങുകൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവ പോലുള്ള നിരവധി മാധ്യമങ്ങളിലൂടെ ഭാഷയുടെ ചരിത്രം ഇവിടെ വിവരിക്കുന്നുണ്ട്. കൂടാതെ അപൂർവമായ പുസ്തകങ്ങൾ മുതൽ സമകാലിക സാഹിത്യം വരെയുള്ള പുസ്തകങ്ങളുടെ ഒരു ഗണ്യമായ ശേഖരം തന്നെ ഇവിടെയുള്ള ലൈബ്രറിയിലുണ്ട്. പനയോലകളിൽ എഴുതിയ പഴയ കയ്യെഴുത്ത് പ്രതികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടുത്തെ ഗ്രന്ഥപ്പുരയിലുണ്ട്. ദേശീയ കയ്യെഴുത്ത് പ്രതി മിഷന്റെ അംഗീകൃത കേന്ദ്രങ്ങളിലൊന്നാണിത്. കൂടാതെ നിരവധി ചുവർ ചിത്രങ്ങൾ, ഇടയ്ക്കൽ, കലമ്പാട്ട്, ക്രിസ്ത്യൻ ചർച്ച്, ചിത്ര രാമായണം, CN കരുണാകരൻ്റെ ചിത്രങ്ങൾ, നമ്പൂതിരി, ACK രാജ, പത്മിനി, കൂടാതെ ന്യൂ ജനറേഷൻ പെയിൻറ്റിങ്ങുകൾ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. തുഞ്ചൻ സ്മാരകത്തിലേക്ക് എത്തിച്ചേരാൻ ബസ് വഴിയാണെങ്കിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 37 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
കൂടാതെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ മാറിയാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുടുംബത്തിന് വന്നു ചേർന്ന് സമ്പന്നതയും ഐശ്വര്യവും കണ്ട് ആശ്ചര്യപ്പെടുന്നതുമാണ് കുചേലവൃത്തം. അപ്പോൾ ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ പറമ്പിലെ കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.